തെളിവുണ്ടെങ്കിൽ സുല്ലമി പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ മനുഷ്യ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഒരു അയറാബിയുടെ രൂപത്തിൽ സഹാബികൾ കണ്ടിട്ടുണ്ട്. ലൂത്ത് നബിയുടെ അടുത്ത് ഇബ്രാഹിം നബിന്റെ അടുത്തും വന്നു. ഇബ്രാഹിം നബിക്ക് മനസ്സിലായോ? മനസ്സിലായില്ല. മൂരിക്കുട്ടി അറുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി തിന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പളാ പറഞ്ഞ ഞങ്ങൾ മലക്കുകളാണ്. അതേ ആളുകൾ യുവാക്കളുടെ രൂപത്തിൽ ലൂത്ത് നബിയുടെ അടുത്ത് ചെന്നപ്പോ അവിടുത്തെ ജനങ്ങൾ സ്വവർഗരതിക്കാരാണ്, നല്ല സുമുഖന്മാരായ ചെറുപ്പക്കാരെ കണ്ടപ്പോ ഞങ്ങൾ ആവശ്യത്തിന് വരെ വിട്ടുതരണം ലൂത്തേ എന്ന് പറഞ്ഞു. എന്റെ വിരുന്നുകാരെ കാര്യത്തിൽ നിങ്ങൾ അപമാനിക്കരുത് എന്ന് പറഞ്ഞ അദ്ദേഹം അവരുടെ മുമ്പിൽ കെഞ്ചുകയാണ്. നിങ്ങളെ കൂട്ടത്തിൽ മാന്യന്മാരാരുമില്ലേ എന്ന് ചോദിച്ച രംഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇത് മലക്കുകളാണ്, ഇവരെ നശിപ്പിക്കാമെന്നവരാണ് ഞങ്ങളെന്ന് ആ മലക്കുകൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇപ്പൊ ഞമ്മക്ക് മനസ്സിലാകാത്ത വലിയ പ്രശ്നം. അപ്പൊ നമ്മളൊരാളെ കണ്ടാൽ, ഒരു സുല്ലമിനെ കണ്ടാ സുല്ലമിയാന്ന് വിചാരിക്കുക, മദനെ കണ്ടാ മദനിയാന്ന് വിചാരിക്കുക, കറുത്ത പട്ടിനെ കണ്ടാ കറുത്ത പട്ടിയാന്ന് വിചാരിക്കുക. ഇത് ജിന്ന് രൂപം മാറി വന്നതായിരിക്കോ, അതുകൊണ്ട് ഞമ്മക്ക് എന്തെങ്കിലും ഉപദ്രവം വരുമോ എന്ന് പേടിക്കേണ്ടതില്ല. അങ്ങനെ പേടിക്കണം നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ രൂപം മാറാൻ സാധിക്കുന്ന ഒരു സൃഷ്ടിയാണ് ഈ മലക്ക് എന്ന്, അല്ല ഈ മലക്കിനെ പോലെ തന്നെ ജിന്ന് എന്നത്. ഇയാള് പറയുന്നുണ്ട് രൂപം മാറാൻ കഴിയൂല. ശരി, ഇന്ന് അതിന്റെ യഥാർത്ഥ രൂപം എന്താ? മാറാൻ കഴിയാത്ത രൂപം ഉണ്ടാവുമല്ലോ, അതിന്റെ അസിലി രൂപം. അതെന്താ? നിങ്ങൾ വിശദീകരിക്കും. ആ രൂപത്തിൽ മാത്രമേ ഇനി നിൽക്കാൻ പറ്റുള്ളൂ, വേറെ രൂപത്തിൽ പറ്റൂല. എന്നിട്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ ഇപ്പോ നമ്മളെ പേരിലാ ചാർജ്. ഇതേതാ പുസ്തകം എന്നറിയോ? തൗഹീദിന്റെ മൗലിക തത്വങ്ങൾ. ആരതാ ബുക്ക്? ഡോക്ടർ ബിലാൽ ഫിലിപ്സ്. ആരാണ് അയാള്? ലോകത്തറിയപ്പെട്ട ജിന്ന് ഗവേഷകൻ. ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയ ജിന്നിനെ കുറിച്ച് പഠിച്ചിട്ടാ. ഇയാളുടെ ആൻ എസ്സേ ഓൺ ജിൻ എന്ന് പറയുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ റിസാലത്തുൽ ഫിൽ ജിൻ ഇയാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എം ഐ തങ്ങള് മലയാളത്തിലാക്കി കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് നൽകിയത്. ശബാബിൽ എഴുതിയതും പോരാഞ്ഞിട്ട് അയാളുടെ പുസ്തകം വീണ്ടും ഇവർ വിവർത്തനം ചെയ്യാണ്. പിശാച് അള്ളാഹുവായി നടിക്കുക. പിശാച് അള്ളാഹിന്റെ രൂപത്തിൽ വരുന്ന പല സൂഫികളും അള്ളാഹുവിനെ കണ്ടുവെന്ന് അവകാശപ്പെടുന്നത് എന്തോ കണ്ടിട്ടാണ്. അവർ വിശദീകരിക്കാറ് ഉജ്ജ്വല പ്രകാശവും ചില അഭൗമ ഉണ്മകളും തങ്ങൾ കണ്ടുവെന്നാണ്. സത്യത്തിൽ ഇസ്ലാമിന്റെ ആധാരകർമ്മങ്ങൾ വർജിക്കുന്ന പതിവ് ഇത്തരം അനുഭവങ്ങൾക്ക് ശേഷമാണ് അവരിൽ പ്രത്യക്ഷപ്പെടാറ്. ഇത് വ്യക്തമാക്കുന്നത് അവർക്കുണ്ടായ ദർശനം ദൈവീകമല്ലെന്നും പൈശാചികമാണെന്നുമാണ്. തങ്ങൾ അള്ളാഹുവിനെ കണ്ടുവെന്നും സാധാരണക്കാരെ പോലെ തങ്ങൾക്ക് ഇനി നമസ്കാരം, നോമ്പ് മുതലായവയുടെ ആവശ്യമില്ലെന്നും ഇവർ പറയുന്നു. കാരണം ഇവർ ആത്മീയമായി ഉത്കർഷം നേടിയിരിക്കുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖാദിരി തരീഖത്തിന്റെ ആചാര്യൻ ഇത്തരം അനുഭവം വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ആരാധനയിൽ അഗാധമായി മുഴുകിക്കൊണ്ടിരിക്കെ ഞാൻ എന്റെ മുമ്പിൽ കണ്ണഞ്ചിക്കുന്ന പ്രകാശത്താൽ പൊതിഞ്ഞ ഒരു വൻ സിംഹാസനം കണ്ടു. ആര് പറയാ? ജീലാനി പറയാ. ഇടിമുഴക്കം പോലുള്ളൊരു ശബ്ദം എന്റെ കാതിൽ പതിച്ചു. അബ്ദുൽ ഖാദറെ, ഞാൻ നിന്റെ രക്ഷിതാവാകുന്നു. മറ്റുള്ളവർക്ക് നിരോധിച്ചിട്ടുള്ളത് ഞാൻ നിനക്ക് അനുവദിച്ചിരിക്കുന്നു. അബ്ദുൽ ഖാദർ ചോദിച്ചു, നീ അള്ളാഹുവാണോ, ഏകനായ ദൈവം? ഇതിന് മറുപടി ഉണ്ടായില്ല. പോകൂ അള്ളാഹുവിന്റെ ശത്രുവേ, അദ്ദേഹം പറഞ്ഞു. പ്രകാശം അപ്രത്യക്ഷമാവുകയും ഇരുട്ടുവന്ന് അദ്ദേഹത്തെ പൊതിയുകയും ചെയ്തു. ആ ശബ്ദം പിന്നെ പറഞ്ഞു, അബ്ദുൽ ഖാദിർ, മതം മനസ്സിലാക്കുകയും വിജ്ഞാനമാർജിക്കുകയും ചെയ്തതിനാൽ നീ എന്റെ തന്ത്രം പൊളിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. ഞാൻ ഇത്തരം പ്രവർത്തനങ്ങൾ വഴി 70ഓളം പുണ്യവാളന്മാരെ വഴിവഴപ്പിച്ചിരിക്കുന്നു. പിന്നീട് ആളുകൾ അബ്ദുൽ ഖാദിറിനോട് ചോദിച്ചു, താങ്കളത് പിശാചാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? അദ്ദേഹം പറഞ്ഞു, ഞാനവൻ പിശാചാണെന്ന് മനസ്സിലാക്കിയത് അള്ളാഹു മറ്റുള്ളവർക്ക് നിഷിദ്ധമാക്കിയത് എനിക്ക് അനുവദനീയമാണെന്ന് പറഞ്ഞപ്പോഴായിരുന്നു. ഇത് ഇബ്നു തൈമിയ്യയുടെ അത്തവസ്സുൽ വൽ വസീല എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തു കൊടുത്തതാണ്. അപ്പോ ഇതിലെന്താ പറയുന്നത്? പിശാച് അള്ളാഹുവാണെന്ന് നടിച്ചുകൊണ്ട് പ്രകാശരൂപം പ്രാപിച്ചുകൊണ്ട് ആരെ സമീപിക്കും? മനുഷ്യന്മാരെ സമീപിക്കാറുണ്ട്. പിശാച് സൃഷ്ടിക്കപ്പെട്ട തീജ്വാലയിൽ നിന്നാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ തീജ്വാലയാൽ സൃഷ്ടിക്കപ്പെട്ട പിശാച് പ്രകാശരൂപം സ്വീകരിച്ച് ഞാൻ അള്ളാഹുവാണെന്ന് വാദിച്ചുകൊണ്ട് വരുമെന്ന് ഇവിടെ പ്രചരിപ്പിക്കുന്നതാരാണ്? ഡോക്ടർ ബിലാൽ ഫിലിപ്സ് എന്ന ജിന്ന് ഗവേഷകന്റെ പുസ്തകം യുവതാ ബുക്ക് ഹൗസ് പുറത്തിറക്കിയതാണ്. അത് പിന്നെ പരിഭാഷപ്പെടുത്തിയത് 22 കാരറ്റ് മടവൂരിയായ, ഇപ്പോൾ വർത്തമാനത്തിന് രാജിവെച്ചു പോയ എം ഐ തങ്ങളാണ്. എന്നിട്ടോ അദ്ദേഹം നല്ല സെലഫിയും, നമ്മളൊക്കെ യാഥാസ്ഥികന്മാരും അല്ലെ. അങ്ങനെ പിശാചിന് രൂപം മാറി വരാൻ സാധിച്ചാൽ ലോകം കുട്ടിച്ചോറാകുന്ന പറയണത്. എന്നാലോ ഇപ്പോഴും ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ആഴ്ച യുവതിന്ന് വാങ്ങിയ പുസ്തകം ഇസ്ലാം നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ, സംശയവും മറുപടിയും. ആ പുസ്തകത്തിലെ 422-ാമത്തെ പേജിൽ ഇബ്ലീസ് വൃദ്ധവേഷത്തിലോ ചോദ്യം, മുഹമ്മദ് നബിയുടെ ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കാൻ ഖുറൈശികൾ യോഗം ചേർന്നപ്പോൾ അവിടെ വൃദ്ധവേഷത്തിൽ സന്നിഹിതനായ ഇബ്ലീസ് മുഹമ്മദ് നബിയെ നാടുകടത്തണമെന്ന അഭിപ്രായത്തെയും തുറുങ്കിലടച്ചാൽ മതിയെന്ന തീരുമാനത്തെയും ഗണ്ണിച്ച് സംസാരിച്ചു. ഈയിടെ ഒരു മാസികയിൽ വായിച്ചതാണിത്. ഇബ്ലീസിന് വേഷം മാറാൻ കഴിയുമോ? ഇബ്ലീസിനെ മനുഷ്യർക്ക് കാണാനാകുമോ? ഇത് രണ്ടും കഴിയില്ലെന്നല്ലേ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാകുക. ഇത് ശബാബിൽ മുമ്പ് വന്ന ചോദ്യമാണ്. അതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോണ്ടെന്നുള്ള നിലക്ക് ബുക്കാക്കിയിട്ട് ഒരു വിതരണം ചെയ്യുന്ന ബുക്കാണ് ഇപ്പോഴും.
കണ്ടോ, നിത്യജീവിതത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കാൻ ഓരോ കുടുംബക്കാരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് പരിചയപ്പെടുത്തിയ ബുക്ക. ഉത്തരം: പിശാചിനെ അവന്റെ സാക്ഷാൽ പ്രകൃതിയിൽ മനുഷ്യന് കാണാൻ കഴിയില്ല എന്ന് ഖുർആനിൽ വ്യക്തമാകുന്നു. എന്നിട്ട് ആയത്ത് കൊടുക്കാണ്. പിശാചിന് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുമോ ഇല്ലേ എന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി അവൻ പലതരം തന്ത്രങ്ങൾ പയറ്റുമെന്ന് പിശാച് പറഞ്ഞത് ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വലഭാഗത്തോടി ഇടഭാഗത്തോടും ചെയ്യുന്നൊക്കെ പറഞ്ഞ ആ ആയത്ത് കൊടുക്കാണ്. ഇതൊന്നും പിശാചിന് ചെയ്യാൻ സാധിക്കയില്ലെന്ന് അള്ളാഹു നിഷേധിച്ചിട്ടില്ലാത്തതിനാൽ പിശാച് സകല അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാവുന്നത്. താൽക്കാലികമായി മനുഷ്യന്റെ കോലം കെട്ടുക എന്ന അടവും ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടു കൂടായികയില്ല. മടവൂരികൾ നിങ്ങൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ബുക്കാത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ കടുത്ത നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ദാറുന്നതുവയിൽ ഒരുമിച്ച് കൂടിയ ശത്രുക്കളെ കൊണ്ട് അദ്ദേഹത്തെ കൊല്ലുക എന്ന ആത്യന്തിക നടപടി തന്നെ എടുപ്പിക്കുന്നതിനു വേണ്ടി നജ്ദിൽ നിന്നുള്ള ഒരു വൃദ്ധൻ എന്ന ഭാവേന പിശാച് ചെന്ന കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഇബ്നു കസീർ തന്റെ അൽ ബിദായ വൻ നിഹായ എന്ന പ്രസിദ്ധ ചരിത്ര ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്.